വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു തീയലാണ് ഉണ്ടാക്കുന്നത്. കടച്ചക്ക കൊണ്ടൊരു തീയൽ. അപ്പം ഞാൻ കടച്ചക്ക ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ടേക്കുവാണേ. കാരണം നമ്മൾ ഈ വെള്ളത്തിലിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറിയൊരു കറയുണ്ട്. ആ കറ അങ്ങ് പൊക്കോളും വെള്ളത്തിലിടുമ്പോൾ. നമ്മളിപ്പോൾ വഴുതനങ്ങ ആണേലും അല്ലെ പച്ചക്കായ അതൊക്കെ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മളിതുപോലെ വെള്ളത്തിൽ അരിഞ്ഞ് ഇടണേ. അപ്പോൾ ഇത് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇതിപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാരി അങ്ങ് എടുത്താൽ മതിയേ. പിന്നെ നമുക്ക് വേണ്ടത് സവോള, ഒരു വലിയൊരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, ഒരു ടൊമാറ്റോ, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ. ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില. ഇത് ആദ്യം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ ഇവിടെ ഒരു ബ്രൗൺ കളറിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്കാണ് ആ ഒരു റോ ടേസ്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും സിമ്മിലേക്ക് മാറ്റിയേക്കണേ ഫ്ലെയിം, അല്ലാന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവേ. ഫ്ലെയിം ഓഫ് ചെയ്തിടാവേ. ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മളൊരു സ്വല്പം നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. നമ്മളൊരു കടായി ഇവിടെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഈ സവോളയും പച്ചമുളകും വഴറ്റിയെടുക്കണം. നമ്മളൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയം ഇട്ട് കൊടുക്കണേ. നമ്മൾ കടച്ചക്ക ഇതുപോലെ വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ, അതും കൂടെ നമ്മളൊരു 1-2 പ്രാവശ്യം ഒന്ന് കഴുകണം. അന്നേരം ആ കറയൊക്കെ അങ്ങ് മാറിക്കോളൂ. എന്നിട്ട് നമ്മളിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഒരു 2 മിനിറ്റ് കിടന്നൊന്ന് വഴന്ന് വരണേ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ്. 2-3 മിനിറ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊക്കെ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ കടച്ചക്ക കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, തോരനൊക്കെ ഉണ്ടാക്കാവേ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ആ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് വെള്ളം വേണ്ട, കാരണം ഇതിന് ഒരുപാട് അങ്ങ് വേവൊന്നുമില്ല. നമ്മളിപ്പോൾ പൊട്ടറ്റോ തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കും. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇത് വെന്ത് ഒരു സ്വല്പ ചാറുകറി പോലല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഈ സമയം നമുക്ക് ആ ടൊമാറ്റോയും കൂടെ ഇതിനകത്തോട്ട് അരിഞ്ഞിടണം. ഉള്ളിത്തീയൽ, പാവയ്ക്കത്തീയൽ, അതിനൊക്കെ നമ്മൾ മറ്റേ സാമ്പാർ പുളിയാണ് ഇടുന്നത്. ഈ തീയലിനകത്ത് കിടക്കുന്ന ടൊമാറ്റോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ലൊരു തീയലാണ് കേട്ടോ. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നേ. നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക, ഒത്തിരി കൂടി പോകരുത്. ഉപ്പ് എപ്പോഴും ചെറുതായിട്ട് ഇടുക, എന്നിട്ട് നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ടാൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കടച്ചക്ക തീയൽ ഇവിടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കടച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ഞാൻ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് സിമ്മി വെച്ചായിരുന്നേ. അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ഈ ഫൈബർ കണ്ടന്റ് നന്നായിട്ടുണ്ട് കടച്ചക്കയിൽ. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്